Georgian Radio 2025. The heartbeat of St. George, keeping dreams alive. Feel the voice of Georgian vibe loud and clear. Together we rise, let's cheer right here. Hi, Georgian Kulgari. Georgian Radio with 20.25 everything സ്വാഗതം. Georgian vibes with a great voice. നമ്മുടെ സ്കൂളിലെ റേഡിയോയുടെ ഒഫീഷ്യലായി ഉദ്ഘാടനം ചെയ്തതിന് നമ്മുടെ ഹെഡ്മാസ്റ്റർ വർഗീസ് ജോസഫ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അധ്യാപകരെ, അനധ്യാപകരെ, വളരെ സന്തോഷമുണ്ട്. ഇന്ന് ലോക സാമൂഹിക മാധ്യമ ദിനമാണ്. ഈ ലോക സാമൂഹിക മാധ്യമ ദിനത്തിൽ നമ്മളുടെ ജോർജിയൻ റേഡിയോ 20.25 ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇന്നു മുതൽ നമ്മുടെ എല്ലാ പരിപാടിയും, പ്രത്യേകിച്ച് ഇടവേള വായന, ഇടവേള സംഗീതം, മറ്റു പരിപാടികൾ എല്ലാം ജോർജിയൻ റേഡിയോ വഴി നിങ്ങൾക്ക് ലഭ്യമാവും. ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. This is Georgian Radio 20.25 Georgian vibes with your voice. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളെന്നും വീട്ടിൽ ചെന്നിട്ട് അച്ഛനോടും അമ്മയോടും ആദ്യം ചോദിക്കുന്നത് എന്താണ്? യെസ്, അമ്മേ ഫോൺ എവിടെ, അച്ഛാ ഫോൺ എവിടെ, ഒന്ന് തരുമോ എന്നൊക്കെയാണ്. നമ്മൾ ദിവസം ഈ ഫോൺ ഉപയോഗിക്കുന്നത് നമ്മളെ അറിയാത്ത പോലും നമ്മൾ പല കാര്യങ്ങളെയും നെഗറ്റീവിലേക്ക് നമ്മൾ പോവുകയാണ്. ഇപ്പൊ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറുള്ളത് ഇൻസ്റ്റ, യൂട്യൂബ് അതുപോലത്തെയൊക്കെയാണ്. ശരിക്കും ഇതിന്റെ നെഗറ്റീവ് മാത്രമേ നമുക്ക് അറിയുകയുള്ളൂ. പോസിറ്റീവ് നമ്മൾ അറിയാൻ സാധിക്കുന്നില്ല, നമ്മൾ അറിയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും ഇതൊരു നമ്മുടെ സാമൂഹിക ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുള്ളതാണ്. ലോകത്തെ പറ്റി അറിയാൻ, നമ്മളെ പഠനങ്ങളെ പറ്റി അറിയാൻ, നമ്മൾ എങ്ങനെ എന്തൊക്കെ കാര്യം ചെയ്യണം, എങ്ങനെയൊക്കെ അറിയണം എന്നൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ലൈജു സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. ഹലോ സാർ. ഹായ്. ജോർജിയൻ റേഡിയോ 20.25 സ്വാഗതം. സാർ, ഇന്ന് ലോക സാമൂഹിക മാധ്യമ ദിനമാണല്ലോ. സാറിന് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? തീർച്ചയായും പ്രിയപ്പെട്ട ജോർജിയൻ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ജൂൺ മാസം 30 ലോക സാമൂഹിക മാധ്യമ ദിനമാണ്. വേൾഡ് സോഷ്യൽ മീഡിയ ഡേ. ഈ വർഷത്തെ ഒരു തീമായിട്ട് വേൾഡ് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് എംപവറിംഗ് വോയിസസ് ആൻഡ് ബിൽഡിംഗ് കമ്മ്യൂണിറ്റീസ് എന്നാണ്. അതെ, സ്വരങ്ങളെ ശാക്തീകരിക്കുക, അതോടൊപ്പം തന്നെ അങ്ങനെ സമൂഹങ്ങളെ പടുത്തുയർത്തുക എന്നതാണ് ഈ വർഷത്തെ തീം. നമുക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത, ഇവൻ നമുക്കറിയാം വാട്സാപ്പ് പോലും ഇന്ന് നമ്മുടെ ഇല്ലാത്ത ഒരു കാലത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അപ്പൊ അത് ചുരുക്കി പറയാൻ, വാട്സാപ്പ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ഒക്കെ നമ്മുടെ രക്തം പോലെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. അതിനെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം? നമുക്ക് കൂടുതൽ മനോഹരമായിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, മനോഹരമായിട്ടുള്ള സമൂഹങ്ങളെ സൃഷ്ടിച്ചെടുക്കാൻ, നന്മയായിട്ടുള്ള സമൂഹങ്ങളെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഉപാധികളായിട്ട് സോഷ്യൽ മീഡിയയായി നമ്മൾ മാറ്റുമ്പോഴാണ് അതിന്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണങ്ങൾ, അല്ലെ നല്ലൊരു പോസിറ്റീവ് യൂസേജ് നമുക്ക് എപ്പോഴും ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ വായന ദിനത്തോട് അനുബന്ധിച്ച് ഒരു ഇടവേള സംഗീതം നമ്മൾ പറയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് പ്രിയപ്പെട്ട 9A ഹസ്നാൻ സാറിനെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. ഇടവേള വായനയാണ്, സംഗീതമല്ല, ക്ഷമിക്കണം, ഞാൻ ക്ഷണിക്കുന്നു. ചെരുവിലാണ് അയാളുടെ വീട്. മനോഹരമായ വയലുകളാണ് ഒരു ഭാഗം നിറയെ. പുൽമേടുകൾ അരികുപറ്റി നിൽക്കുന്ന ഭംഗിയുള്ള ഒരു ഭാഗം. കഴിഞ്ഞ കുറച്ചു കാലമായി അയാൾ ശ്രദ്ധിക്കുന്നു. ആ പുൽമേടുകളിൽ മേഞ്ഞു നടക്കുന്ന 2 കുതിരകൾ. എന്നും ജോലിക്ക് പോകുമ്പോൾ അവയെ ഒരു നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കഥയാണ് അതിന്റെ ആശയം എന്ന് പറയുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും നല്ലതായ ഒരു കവിത അവതരിപ്പിച്ച പ്രിയപ്പെട്ട 9A ഹസ്നാൻ സാറിനോട് ഞാൻ എന്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഒരു അവസരമായിരുന്നു. ഇനി മുതൽ എല്ലാ ദിവസവും നമുക്ക് ഉച്ചയ്ക്ക് ജോർജിയൻ റേഡിയോ ആസ്വദിക്കാനായിരിക്കാം. Tune in now to Georgian Radio 2025. The heartbeat of St. George, keeping dreams alive. Feel the voice of Georgian vibe loud and clear. Together we rise, let's cheer right here.